Okay, very good morning to all. എല്ലാവർക്കും ബോട്ടണി ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ 2-3 ക്ലാസ്സിലായിട്ട് നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറയുന്ന രണ്ടാമത്തെ ചാപ്റ്റർ ആണ്. നമുക്ക് പരീക്ഷയ്ക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് ഈ ചാപ്റ്റർ എന്ന് പറയുന്നത്. ഒത്തിരി ഡീറ്റെയിൽ, ഇത്തിരി ലെങ്ത് ആണ് ചാപ്റ്റർ. ഒരുപാട് ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് പഠിക്കുക. ഓക്കെ, നമുക്ക് നോക്കാം. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. വാട്ട്സ് ദ ഫ്ലവറിംഗ് പ്ലാന്റ്സ്? എന്താണ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്? നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്. പ്ലാന്റ് കിങ്ഡം എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ പ്ലാന്റ് കിങ്ഡം എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ വീണ്ടും 5 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൽഗെ, ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ്സ്, ജിംനോസ്പേംസ് ആൻഡ് ആൻജിയോസ്പേംസ്. അതിൽ ഏറ്റവും ഹയർ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഹയർ മെമ്പറാണ് എന്ത്? ആൻജിയോസ്പേം എന്ന് പറയുന്നത്. എന്തായിരുന്നു ആൻജിയോസ്പേമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത? ഇറ്റ്സ് എ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആയിരുന്നു അല്ലേ. ഇറ്റ്സ് എ ഫ്ലവർ പ്രൊഡ്യൂസിങ് പ്ലാന്റ്സ് ആണ്. അപ്പോൾ നോക്കുക, ഫ്ലവറിംഗ് പ്ലാന്റ്സ് നമ്മൾ പൊതുവെ വിളിക്കുന്ന പേരാണെന്ത്? ആൻജിയോസ്പേംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആൻജിയോസ്പേമിലെ സെക്ഷൽ റീപ്രൊഡക്ഷൻ എങ്ങനെയാണ് നടക്കുന്നത് എന്നാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പറയുന്നത്. സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്താ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. നമുക്കറിയാം റീപ്രൊഡക്ഷൻ 2 ടൈപ്സ്, അസെക്ഷൽ ആൻഡ് സെക്ഷൽ. അതിൽ എന്തായിരുന്നു സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് പ്രൊഡ്യൂസിങ് ന്യൂ ഇൻഡിവിജ്വൽ ത്രൂ ദി ഫെർട്ടിലൈസേഷൻ ഓഫ് ഗമീറ്റ്സ്. ഗമീറ്റ്സിൻ്റെ ഫെർട്ടിലൈസേഷൻ മുഖാന്തരം ഒരു പുതിയ ഓർഗാനിസം ഉണ്ടാവുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിച്ച പേരാണെന്ത്? സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ അല്ലെങ്കിൽ ആൻജിയോസ്പേംസിൽ എങ്ങനെയാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്? ആരൊക്കെയാണ് ഇതിന് സഹായിക്കുന്നത്? ഈ കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. നോക്ക്, നമ്മൾ മോർഫോളജി ഓഫ് ദി ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു ഒരു ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ മോർഫോളജിക്കൽ പാർട്സ്? റൂട്ട്, സ്റ്റെമ്മ്, ഫ്ലവർ, ഫ്രൂട്ട്, സീഡ് അല്ലേ. ഇതിൽ ഏത് പാർട്ടായിരിക്കും റീപ്രൊഡക്ഷനെ സഹായിക്കുക? ദാറ്റ്സ് എ ഫ്ലവർ അല്ലേ, ഫ്ലവർ. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് ദി ഫ്ലവർ? എന്താണ് ഫ്ലവർ എന്ന് പറഞ്ഞത്? ഇറ്റ് ഈസ് ദി റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ. ഒരു പ്ലാന്റ്സിലെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറാണ് ആര്? ഫ്ലവർ എന്ന് പറഞ്ഞത്. ഇനി വാട്ട്സ് ദ ഫ്ലവർ? ഇറ്റ് ഈസ് ദി മോഡിഫൈഡ് ഷൂട്ട്. ഷൂട്ടിൻ്റെ ഒരു മോഡിഫൈഡ് രൂപമാണ് ആര്? ഫ്ലവർ എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ ഷൂട്ട്? നമുക്കറിയാം, സോയിലിന് മേലേക്കുള്ള പ്ലാന്റ് പാർട്ടാണ് എന്ത്? ഷൂട്ട് എന്ന് പറയുന്നത്. ആ ഷൂട്ടിൻ്റെ ഒരു മോഡിഫൈഡ് രൂപമാണ് ആര്? ഫ്ലവർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫ്ലവറിൻ്റെ പ്രത്യേകം നോക്കുക, ഇതൊരു മോഡിഫൈഡ് ഷൂട്ടാണ്. പിന്നെ എന്താണ്? പ്ലാന്റിലെ ഒരു റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറാണ് ആര്? ഫ്ലവർ എന്ന് പറയുന്നത്. നോക്കുക, ഇതൊരു പ്ലാന്റിലെ ഒരു ബഡ്, ഫ്രൂട്ടിൻ്റെ ബഡ് ഫോം ചെയ്ത സ്ട്രക്ചറാണ്. എല്ലാ പ്ലാന്റ്സിലും എന്താണ്? ഫ്ലവറിന് ഒരു സ്റ്റോക്ക് ഉണ്ടായിരിക്കണം എന്നില്ല. ഓക്കെ, ഈ സ്റ്റോക്കിന്, അതായത് ഫ്ലവർ ബിയറിംഗ് ഈ സ്ട്രക്ചർ, ഈ സ്റ്റോക്കിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പെഡിസൽ എന്ന് വിളിക്കുക. എന്താണ്? പെഡിസൽ. ദി സ്റ്റോക്ക് ഓഫ് ദി, അല്ലെങ്കിൽ ഇതാണ് ദി ഫ്ലവർ ബിയറിംഗ് സ്ട്രക്ചർ. ദി ഫ്ലവർ ബിയറിംഗ് സ്ട്രക്ചർ, ഫ്ലവർ ഉണ്ടാകുന്ന ആ സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പെഡിസൽ എന്ന് പറയുന്നത്. ഇനി ചില പ്ലാന്റ്സിലെ അല്ലെങ്കിൽ ചില പ്ലാന്റ്സിൻ്റെ ഫ്ലവറിന് എന്തുണ്ടാവുകയുള്ളൂ? ഈ പെഡിസൽ അല്ലെങ്കിൽ സ്റ്റോക്ക് ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ ഇഫ് ദി സ്റ്റോക്ക് അല്ലെങ്കിൽ ഇഫ് ദി പെഡിസൽ ഈസ് പ്രസൻറ്റ്, ദാറ്റ് ടൈപ്പ് ഓഫ് ഫ്ലവർ ഈസ് നോൺ ആസ് ദി പെഡിസലേറ്റ് ഫ്ലവർ. പെഡിസൽ ഉള്ള ഫ്ലവറിനെ പെഡിസലേറ്റ് ഫ്ലവർ എന്നും, പെഡിസൽ ആബ്സെൻ്റ് ആയ ഫ്ലവറിനെ നമ്മൾ വിളിക്കുന്നു സെസൈൽ ഫ്ലവർ എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പം ഇഫ് ദി ഫ്ലവർ വിത്ത് പെഡിസൽ ഈസ് നോൺ ആസ് ദി പെഡിസലേറ്റ് ഫ്ലവർ. ഇഫ് ദി ഫ്ലവർ വിത്തൗട്ട് പെഡിസൽ ഈസ് നോൺ ആസ് ദി സെസൈൽ ഫ്ലവർ. ഓക്കെ, ഇതൊരു ഫ്ലവറിൻ്റെ സ്ട്രക്ചറാണ്. ഒരുപാട് ഭാഗങ്ങൾ ഫ്ലവറിനുണ്ട്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പാർട്സ് ഓഫ് ഫ്ലവർ അല്ലെങ്കിൽ ഫ്ലോറൽ വേൾഡ്സ്. ഒരു ഫ്ലവറിൻ്റെ പാർട്സ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഫ്ലോറൽ വേൾഡ്സ്. ബേൾസ് എന്ന് പറഞ്ഞാൽ പാർട്സ് എന്നർത്ഥം.
ഓക്കെ, പ്രധാനപ്പെട്ട പാർട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒരു ഫ്ലവറിന് പ്രധാനമായിട്ട് 4 ഭാഗങ്ങൾ അല്ലെങ്കിൽ 4 പാർട്സ് ആണ് കാണപ്പെടുന്നത്. എ കാലിക്സ്, എ കൊറോള, ആൻഡ്രീഷ്യം, ഗൈനീഷ്യം. ഇങ്ങനെ 4 സ്ട്രക്ചർ നോക്കുക. കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം, ഗൈനീഷ്യം. ഇങ്ങനെ 4 സ്ട്രക്ചറാണ് ആർക്കുള്ളത്? ഒരു ഫ്ലവറിന് കാണപ്പെടുന്നത്. ഇനി നമുക്ക് ആ 4 സ്ട്രക്ചറും ഏതൊക്കെയാണ്, എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകളെന്നും നമ്മൾ നോക്കുന്നു. ഫസ്റ്റ് വൺ ഇസ് ദി കാലിക്സ്. ഇതാണ് കാലിക്സ് എന്ന് പറയുന്ന ഭാഗം. ഇപ്പോൾ ഒരു ചെമ്പരത്തി എടുത്ത് നോക്കുകയാണെങ്കിൽ അതിന് താഴെ കാണപ്പെടുന്ന ആ പച്ച നിറത്തിലുള്ള ഭാഗമാണ് എന്ത്? കാലിക്സ് എന്ന് പറയുന്നത്. കാലിക്സ് എന്ന് പറയുന്നത് എന്താണ് കാലിക്സിൻ്റെ പ്രത്യേകത നോക്കാം. ഇറ്റ് ഈസ് ദി ഔട്ടർ മോസ്റ്റ് ഫ്ലോറൽ വേൾ. ഒരു ഫ്ലവറിൻ്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഫ്ലോറൽ വേൾസ് അല്ലെങ്കിൽ ഔട്ടർ മോസ്റ്റ് പാർട്ടാണ് എന്ത്? കാലിക്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദി ഔട്ടർ മോസ്റ്റ് ഫ്ലോറൽ വേൾസ്. ഇതാണ് ഒരു കാലിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ കാലിക്സിന് ഒരു ഫ്ലവറിൻ്റെ കാലിക്സ് എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഫ്ലോറൽ വേൾസിനെ അല്ലെങ്കിൽ ഫ്ലവറിൻ്റെ ഔട്ടർ മോസ്റ്റ് ഫ്ലോറൽ വേൾസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കാലിക്സ് എന്ന് പറയുന്നത്. ഇനി നോക്കുക, അപ്പോൾ ഒരു കാലിക്സ് ചിത്രമാണ് ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നത്. ദിസ് കാലിക്സ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെപ്പൽസ്. അതായത് ഇതിന് ഓരോന്നിനും ഒരുപാട് ഇതള്. നോക്കുക, ഇവിടെ ഒരു ഇതള്, ഇവിടെ ഒരു ഇതള്, ഇതൊരിതള്, ഇങ്ങനെ ഇത്തരത്തിൽ ഒരുപാട് ഇതളുകൾ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? സെപ്പൽസ് എന്ന് വിളിക്കുക. അപ്പോൾ ഇതൊരു സെപ്പലാണ്, ഇതൊരു സെപ്പലാണ്, ഇതൊരു സെപ്പലാണ്, ഇതൊരു സെപ്പലാണ്, ഇതൊരു സെപ്പലാണ് അല്ലേ. അതായത് the individual unit of the calyx is known as the sepal. സെപ്പലിൻ്റെ ഇൻഡിവിജ്വൽ യൂണിറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? കാലിക്സ് എന്ന് പറയും. കാലിക്സിൻ്റെ ഇൻഡിവിജ്വൽ യൂണിറ്റ് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? സെപ്പൽ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോന്നും സെപ്പലാണ്. ഇനി ചില പ്ലാന്റ്സിൽ അല്ലെങ്കിൽ ചില പ്ലാന്റ്സിൻ്റെ ഫ്ലവറിൽ ഈ സെപ്പൽസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓരോരോ സെപ്പൽസിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചീന്തി എടുക്കാൻ പറ്റും. അതായത് സെപ്പൽസ് ഫ്രീ ആയിട്ടായിരിക്കും കാണപ്പെടുന്നത്. If the sepals are free, that condition is known as the polysepalous condition. If the sepals are free, that condition is known as the polysepalous condition. ഇനി ചില പ്ലാന്റ്സ് എന്തായിരിക്കും? സെപ്പൽസ് പരസ്പരം ഫ്യൂസ് ചെയ്തിട്ടാണ് കാണപ്പെടുന്നത്. ഫ്യൂസ് ചെയ്തിട്ടായിരിക്കും സെപ്പൽസ് കാണപ്പെടുക. ദാറ്റ് കണ്ടീഷൻ ഈസ് നോൺ ആസ് ദി ഗാമോസെപ്പാലസ് കണ്ടീഷൻ. ഇഫ് ദി സെപ്പൽസ് ആർ ഫ്യൂസ്ഡ്, ദാറ്റ് കണ്ടീഷൻ ഈസ് നോൺ ആസ് ദി ഗാമോസെപ്പാലസ് കണ്ടീഷൻ. Polysepalous and gamosepalous. Polysepalous, sepals are free. Gamosepalous, sepals are fused. The next one is the corolla. സെക്കൻഡ് ഫ്ലോറൽ വേൾസ് ആണ് എന്ത്? കൊറോള എന്ന് പറയുന്നത്. അതായത് കാലിക്സ് കഴിഞ്ഞു അതിൻ്റെ ഉള്ളിൽ കാണപ്പെടുന്ന ആ ഇതളുകളെ, ഇപ്പോൾ ആ ഫ്ലവറിൻ്റെ ആ ഇതളിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? കൊറോള എന്ന് പറയുന്നത്. സെക്കൻഡ് ഫ്ലോറൽ വേൾഡ് ഇന്നർ ടു കാലിക്സ്. കാലിക്സിന് തൊട്ട് ഉള്ളിലായിട്ട് കാണപ്പെടുന്ന രണ്ടാമത്തെ ഫ്ലോറൽ വേൾസ് ആണെന്ത്? കൊറോള എന്ന് പറയുന്നത്. ഇതാണ് അതിൻ്റെ കൊറോള എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ വരച്ചിരിക്കുന്നത് ഇതാണ് കൊറോള എന്ന് പറയുന്നത്. ഈ കൊറോളയും എന്താണ്? ഒരുപാട് ഇതളുകളായിട്ടാണ് കാണപ്പെടുന്നത്. ഓരോ ഇതൾസിനും നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? പെറ്റൽ എന്ന് വിളിക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു പെറ്റലാണ്, ഇതൊരു പെറ്റലാണ്, ഇതൊരു പെറ്റലാണ്, ഇതൊരു പെറ്റലാണ്. അപ്പം ദാറ്റ് മീൻസ് ദി കൊറോള ഈസ് മെയ്ഡ് അപ്പ് ഓഫ് പെറ്റൽ or the individual unit of the corolla is known as the petal. കൊറോളയുടെ ഇൻഡിവിജ്വൽ യൂണിറ്റിനെ വിളിക്കുന്ന പേരാണത് പെറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒത്തിരി പെറ്റൽ കൂടി ചേർന്നിട്ടാണ് ആരുണ്ടായിരിക്കുന്നത്? ഒരു കൊറോള ഉണ്ടായിരിക്കുന്നത്. ഇനി നോക്ക്, ഈ കൊറോള മിക്കവാറും ബ്രൈറ്റ്ലി കളേർഡ് ആയിരിക്കും. നേരത്തെ പറഞ്ഞു കാലിക്സ് ഗ്രീൻ കളേർഡ് ആണെങ്കിലും പിന്നെ കൊറോള എന്തായിരിക്കും? മിക്കവാറും ബ്രൈറ്റ്ലി കളേർഡ് ആയിരിക്കും. ബ്രൈറ്റ്ലി കളേർഡ് ആയിരിക്കും. ഈ നോക്കുക, ഇതിൻ്റെ പ്രത്യേകത ഈ കൊറോളയുടെ നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ ഇപ്പോൾ ചെമ്പരത്തിലൊക്കെ നമുക്ക് എന്തെടുക്കാൻ പറ്റും? ഓരോ ഇതളുകളും നമുക്ക് സെപ്പറേറ്റ്, കൊറോളയുടെ ഓരോ ഇതളുകളെയും നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റും. അതായത് ഇൻ ദി ഹിബിസ്കസ് അല്ലെങ്കിൽ ഇൻ സം ഫ്ലവർ ദി കൊറോള ഈസ് എ ഫ്രീ.
കൊറോള അല്ലെങ്കിൽ പെറ്റൽസ് ആർ ഫ്രീ ആയിരിക്കും. ദാറ്റ് കണ്ടീഷൻ ഈസ് നോൺ ആസ് ദി പോളിപെറ്റാലസ് കണ്ടീഷൻ. ഇഫ് ദി പെറ്റൽസ് ആർ ഫ്രീ, that condition is known as the polypetalous condition. In some flower, the petals are fused, that is known as the gamopetalous condition. ഇപ്പോൾ ഇക്സോറ അല്ലെങ്കിൽ തെച്ചി എന്ന് പറയും. ഇക്സോറയിൽ തെച്ചി അല്ലെങ്കിൽ തെച്ചിപ്പൂ എന്നൊക്കെ പറഞ്ഞൊരു ചെടിയുണ്ട്, ഇക്സോറ എന്ന് പറയും. ഈ ഇക്സോറയുടെ ഇതൾ എന്തായിരിക്കും? അത് വേർതിരിച്ചെടുക്കാൻ പറ്റില്ല, അത് ജോയിൻ്റാണ്, ഫ്യൂസനാണ്. അപ്പോൾ അതെന്തായിരിക്കും? ഗ്യാമോപെറ്റാലസ് ആയിരിക്കും. എന്നാൽ ഹിബിസ്കസിൻ്റെ പെറ്റൽസ് നമുക്ക് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? പോളിപെറ്റാലസ് കണ്ടീഷൻ എന്ന് വിളിക്കാൻ പറ്റും. ഓക്കെ, ഇനി വാട്ട് ഇസ് ദ ഫങ്ഷൻ ഓഫ് ദി കൊറോള? ഇറ്റ് ഹെൽപ്പ് ഇൻ ദി പോളിനേഷൻ പ്രോസസ്. ഞാൻ നേരത്തെ പറഞ്ഞു, മിക്കവാറും എല്ലാ ചെടികളുടെയും പെറ്റൽസ് എന്തായിരിക്കും? ബ്രൈറ്റ്ലി കളേർഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് ഇൻസെക്റ്റിനെ അട്രാക്റ്റ് ചെയ്യുകയും അങ്ങനെ എന്തിന് ഹെൽപ്പ് ചെയ്യുന്നു? പോളിനേഷൻ പ്രോസസ്സിനെ ഹെൽപ്പ് ചെയ്യുന്നു. എന്നാൽ വാട്ട് ഈസ് ദി ഫങ്ഷൻ ഓഫ് കാലിക്സ്? ഇറ്റ്സ് എ പ്രൊട്ടക്ഷൻ, അല്ലേ? ഡ്യൂറിങ് ദി ബഡ് ഫോർമേഷൻ ദി ഇന്നർ ഫ്ലോറൽ വേൾഡ്സ് ആർ പ്രൊട്ടക്റ്റഡ് ബൈ കാലിക്സ്. അതായത് ബഡ് ഫോർമേഷൻ സമയത്ത് ഉള്ളിലുള്ള ഫ്ലോറൽ വേൾഡ്സിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആരാണ്? കാലിക്സ് ആണ്. അപ്പോൾ കാലിക്സിൻ്റെ ഫങ്ഷൻ പ്രൊട്ടക്ഷൻ ഓഫ് ദി ഫ്ലോറൽ ബഡ്സ്. അതേപോലെ തന്നെ കൊറോളയുടെ ഫങ്ഷൻ എന്താണ്? ഇറ്റ് ഹെൽപ്പ് ഇൻ ദി പോളിനേഷൻ പ്രോസസ്. ഓക്കെ, അപ്പോൾ കാലിക്സ് ആയി, കൊറോളയായി. ഇനി തേർഡ് പാർട്ട് ഇസ് ദി ആൻഡ്രീഷ്യം. മൂന്നാമത്തെ ഭാഗമാണ് എന്ത്? ആൻഡ്രീഷ്യം എന്ന് പറഞ്ഞത്. ഇറ്റ്സ് എ തേർഡ് വേൾ. മൂന്നാമത്തെ പാർട്സ് അല്ലെങ്കിൽ മൂന്നാമത്തെ വേളാണ്. ഇറ്റ്സ് ഇന്നർ ടു കൊറോള. കൊറോളക്ക് തൊട്ട് ഉള്ളിലായിട്ട് കാണപ്പെടുന്ന ഭാഗമാണ് എന്ത്? ആൻഡ്രീഷ്യം എന്ന് പറയുന്നത്. ഇനി ശ്രദ്ധിക്കുക, ഈ ആൻഡ്രീഷ്യം ഈസ് ദി മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ. ആൻഡ്രീഷ്യം എന്താണ്? ഇറ്റ്സ് എ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഇൻ ദി ഫ്ലവർ. ഫ്ലവറിലെ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനാണ് എന്ത്? ഈ ആൻഡ്രീഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ശ്രദ്ധിക്കണം, നോക്കുക. ഇപ്പോൾ ഇതൊരു ചെമ്പരത്തിയുടെ പൂമ്പൊടി എന്ന് പറയുന്ന സാധനമാണ് ഞാനിവിടെ വരച്ചിരിക്കുന്ന പൂമ്പൊടിയിലെ. ഒരുപാട് പൂമ്പൊടികൾ ഇങ്ങനെ കാണപ്പെടാൻ പറ്റും. ഇപ്പോൾ ഇതിനെ മൊത്തം നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ആൻഡ്രീഷ്യം എന്ന് വിളിക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം, ഒരു സാധനത്തെ മാത്രം അല്ലെങ്കിൽ ഒരു ഇതളിനെ മാത്രം നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? സ്റ്റേമൻ എന്ന് പറയുന്നത്. അതായത് ദാറ്റ് മീൻസ് ദി ഇൻഡിവിജ്വൽ യൂണിറ്റ് ഓഫ് ദി ആൻഡ്രീഷ്യം ഈസ് നോൺ ആസ് ദി സ്റ്റേമൻ. ദി ഇൻഡിവിജ്വൽ യൂണിറ്റ് ഓഫ് ദി ആൻഡ്രീഷ്യം ഈസ് നോൺ ആസ് ദി സ്റ്റേമൻ. ദി സ്റ്റേമൻ ഹാവ് 3 പാർട്സ്: എ ഫിലമെൻറ്റ്, എ കണക്റ്റീവ്, എ ആന്തർ. നോക്കൂ, ഒരു സ്റ്റേമിന് 3 ഭാഗങ്ങൾ. നോക്കി ഇവിടെ നോക്കുക, ഇതിൻ്റെ ആൻഡ്രീഷ്യമാണ്. അതിൻ്റെ ഒരു ഇതളിനെ മാത്രം ഞാൻ ഇവിടെ നിന്ന് വലുതാക്കി വരച്ചതാണ് ഈ കാണുന്നത്. ഓക്കെ, വലുതാക്കി വരച്ചതാണ് ഈ കാണുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു സ്റ്റേമൻ എന്ന്. ഇതാണെന്ത്? ഒരു സ്റ്റേമൻ എന്ന് പറയുന്നത്. ഈ സ്റ്റേമിന് പ്രധാനമായിട്ട് 3 ഭാഗങ്ങളുണ്ട്: എ ഫിലമെൻറ്റ്, എ കണക്റ്റീവ്, എ ആന്തർ. ഇനി നോക്കാം എന്താണ് ഫിലമെൻറ്റ് നോക്കാം. എന്താ ഫിലമെൻറ്റ് നോക്കാം? ദി ലോങ് സ്ലെൻഡർ stalk of the stamen is known as the filament. The long slender stalk of the stamen is known as the filament. നീളത്തിലുള്ളതും സ്ലെൻഡറായിട്ടും കാണപ്പെടുന്ന ഈ സ്റ്റേമിൻ്റെ സ്റ്റോക്കിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഫിലമെൻ്റ് എന്ന് പറയുന്നത്. ഈ നോക്കുക, ഫിലമെൻറ്റിൻ്റെ ടിപ്പ് റീജിയൻസ്, ഹെഡ് ഭാഗത്ത് ഒരു ബൈലോബ്ഡ് സ്ട്രക്ചർ കാണപ്പെടുന്നുണ്ട്. ഈ ബൈലോബ്ഡ് സ്ട്രക്ചർ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ആന്തർ എന്ന് പറയും. അതായത് ഇങ്ങനെ 2 ലോബുള്ള സ്ട്രക്ചർ കാണപ്പെടുന്നുണ്ട്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ആന്തർ എന്ന് പറയുന്നത്. ഓക്കെ, ആന്തർ. അതായത് ബൈലോബ്ഡ് സ്ട്രക്ചർ അറ്റ് ദി ടിപ്പ് ഓഫ് ദി ഫിലമെൻറ്റ് ഈസ് കോൾഡ് ആന്തർ. ഓക്കെ, ഇനി നോക്ക്, ബോത്ത് ദി ആന്തർ, ഇത് ബൈലോബിൾ സ്ട്രക്ചർ ആണ്. ബോത്ത് ദി ആന്തർ ഈസ് അല്ലെങ്കിൽ ബോത്ത് ദി ആന്തർ ഈസ് കണക്റ്റഡ് ബൈ എ സ്റ്റെറൈൽ ടിഷ്യൂ. എ സ്റ്റെറൈൽ ടിഷ്യൂ ഈസ് നോൺ ആസ് ദി കണക്റ്റീവ്. 2 ലോബിനെ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് എന്ത് കാണപ്പെടുന്നുണ്ട്? ഒരു സ്റ്റെറൈൽ ടിഷ്യൂ കാണപ്പെടുന്നുണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? കണക്റ്റീവ് എന്ന് പറയുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ.